അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ അതില് ആ ഒരു സിനിമയിൽ നമുക്ക് നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. നല്ലൊരു മെസ്സേജ് എന്ന് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പാവപ്പെട്ടവൻ്റെ കുടുംബത്തിലും പണക്കാരൻ്റെ കുടുംബത്തിലും സംഭവിക്കുന്ന കാര്യമാണ്. അതായത് ചിലവർ നമ്മുടെ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്കൊരു നല്ലൊരു തൊട്ടപ്പുറത്ത് നല്ലൊരു ഫാമിലി ഒന്ന് താമസിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭാര്യ മറ്റൊരു പുരുഷനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി നമ്മളൊരു കള്ളുകുടിയനായിരിക്കും, പുള്ളിയും കള്ളുകുടിയനായിരിക്കും, പുള്ളി നല്ലൊരു മനുഷ്യനായിരിക്കാം. ആ ഒരു ക്യാരക്ടറാണ് ബിജു മേനോൻ ചെയ്ത് വയ്ക്കുന്നത്. ബിജു മേനോന് കിട്ടിയ വേഷം എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെസ്സേജിനെ കുറിച്ച് ബാക്കി പറഞ്ഞില്ലല്ലോ. അതായത് അത് നമ്മളെ കണ്ണിൽ കാണുമ്പോൾ മറ്റൊരാൾ നമ്മളെ ഭാര്യയായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെ കണ്ണിൽ കാണുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണയായിട്ട് തോന്നും. അങ്ങനെയാണ് ഈ പടത്തിൻ്റെ ഒരു സ്റ്റോറി ലെവൽ പോയിരിക്കുന്നത്. പിന്നെ നല്ലൊരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഫാമിലികളിലൊക്കെ ഏറ്റവും പണക്കാരായിട്ട് ജീവിക്കുന്ന ഫ്ലാറ്റുകളിലും അങ്ങനെയുള്ള സംഭവങ്ങളിൽ ജീവിക്കുന്ന വില്ലേലും താമസിക്കുന്നവർക്ക് ചിലവർ ബിസിനസ്സുകാരായിരിക്കും, ചിലവർ പല പല കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ സ്വന്തം ഭാര്യയ്ക്ക് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്, നമ്മുടെ ഭാര്യയുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നേ നമ്മൾ ഭർത്താക്കന്മാർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആരാണോ അവരൊരു ലേഡി ഫ്രണ്ടായിരിക്കും, അവരുടെ അടുത്ത് അത് കംപ്ലീറ്റ് അവർ തുറന്നു പറയും. അങ്ങനെയൊക്കെയുള്ള നല്ലൊരു മെസ്സേജാണ്. അത് എല്ലായിടത്തും നടക്കുന്ന സംഭവമാണ്. നമ്മളെപ്പോഴും നമ്മളെ ജോലി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ബിസിനസ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഭാര്യേനെ നമ്മൾ കെയർ ചെയ്യുക, അവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കുക. ആ സ്നേഹത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളുണ്ട്. അതാണ് നടന്ന സംഭവം. പിന്നെ സുരാജേട്ടൻ അത്യാവശ്യം കുഴപ്പമില്ല. സുരാജേട്ടൻ ഒരു വ്യത്യസ്തമായിട്ട് ഒരു ക്യാരക്ടറാണ് വന്നിട്ടുള്ളത്. പുള്ളിയുടെ നമ്മുടെ തിരുവനന്തപുരത്തെ അണ്ണൻ്റെ ആ ഒരു സ്ലാങ് ഒക്കെ മാറ്റിയിട്ട് എന്താണോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിട്ടൊക്കെ പുള്ളി വന്നിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബിജു മേനോന് ഒരു അക്ഷരം പറയാനില്ല. ബിജു മേനോൻ അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത സംഭവം. ഇത് നല്ലൊരു മെസ്സേജ്. ഇത് എല്ലാവരും കാണണം. എല്ലാവരും കണ്ട് ഇത് നടന്ന സംഭവം എന്നുള്ള ഒരു പേര് ആ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഒരുപാട് ജീവിതങ്ങളെ കാര്യങ്ങൾ നമുക്കത് ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു മോഹം തോന്നുമ്പോഴത്തേക്ക് ഒരു ലേഡി ആയിരുന്നാലും ആണുങ്ങളായിരുന്നാലും പല കാര്യങ്ങളും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി. ചിലപ്പോൾ നമ്മൾ ആ ഒരു ലേഡിയുടെ ലേഡിയുടെ സംഭവങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ നമ്മളെ മുഖം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ ആ ഒരു മനസ്സിൽ നമ്മൾ അവരെ കാണാൻ പാടില്ല. അവരുടെ സങ്കടങ്ങൾ കാര്യം അവർ ആരെടുത്ത് പറയും. പക്ഷെ നമ്മളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുവരണം. അതാണ് നടന്ന സംഭവം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം എല്ലാവരും വന്ന് കാണണം. കണ്ടാലേ പറ്റുള്ള കാര്യം. എനിക്ക് പടം ബിജു മേനോൻ്റെ ക്യാരക്ടർ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു.